വെൽക്കം ബാക്ക് ടു ചാനൽ ഷഹീദ ചാനൽസ് വ്ലോഗ്. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ടൂർ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, രാവിലെയാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ കുറേ പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിനായി കാത്തിക്കുക. അതിൽ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് സിനിമ തുടങ്ങാനുള്ള ഒരു ഇതുണ്ട്, 1.5-2-3 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ വന്നു കേട്ടോ. വണ്ടി വന്നു. അപ്പോൾ നമ്മളതിലേക്ക് സാധനം കയറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി കേട്ടോ. ചിക്കൻ കറിയും പൊറോട്ട പിന്നെ വാങ്ങുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ പോണത് ഒരു ഏകദേശം 7 മണിക്കാട്ടോ ഇവിടുന്ന് പോണത്. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങൽ തുടങ്ങിട്ടോ. ആ സാധനങ്ങളൊക്കെ കയറ്റാൻ നിൽക്കുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പം ഉമ്മ പറഞ്ഞു ബൈക്കിന്ന് എന്താ അപ്പോൾ അവിടെ നിൽക്കിന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി എന്താ ചോദിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ പിന്നെ പോയി കൊടുത്തുട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണത് ഇപ്പോൾ തൃശ്ശൂർ മറൈൻ വേൾഡിലേക്ക് എന്നാണ് സ്ഥലത്തേക്കാണ്. മറൈൻ വേൾഡ് ഈ മീനിൻ്റെ എക്സ്പോ എന്തൊക്കെയാണ്. യാത്ര തുടങ്ങിയല്ലാതെ പകുതി ആൾക്കാരും ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ഉറങ്ങിട്ടോ. അപ്പോൾ പിന്നെ അവിടെ എത്തുന്നതിന് കുറച്ച് മുന്നെയാണ് ഞാൻ വന്നത്. കുറച്ച് മുന്നേ. അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഓരോ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഓരോ ഫുഡും ഇതൊക്കെ അറക്കൽ തുടങ്ങുകയാണ്. എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നത് കൊണ്ട് രാവിലെ കുഞ്ഞി ലഗേജൊക്കെ ഇറക്കുന്നുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ പൊറോട്ട ആൻഡ് പത്തിരീസ്. എന്താടാ റൈഡാളുണ്ടല്ലേ എടാ. ആ മോട്ടർ എന്ത് ചെയ്യ ഇല്ലോ ഓർഡർ ഉണ്ടോ? ഇക്കോ പള്ളണ്ടേ ശാലുവിന് പിന്നെ കുട്ടികളാണ് കിട്ടിയ പിന്നെ ഓലെ എങ്ങനെയൊക്കെ പേടിപ്പിച്ച അല്ലെങ്കിൽ ഓലെ സ്പീഡിൽ ആട്ടി കൊടുത്തിട്ട് ഐറ്റങ്ങൾ ഇതാക്കും. എവിടക്ക പോണത്? പുഴയിലിരുന്നേ അടി തരട്ടെ. പിടിച്ചിരുന്നോ. കടന്നോ കടക്കേ. ഇവിടെ കടക്കേ നേരെ ഇങ്ങനെ കടക്കേ. নিচে കയ്യൊക്കെ അവിടെ കേട്ടോ. അത്ര മതി.
ഇവരെല്ലാരും വീട്ടിൽ നിന്ന് രാവിലെ നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ടാട്ടോ വന്നിക്കണത്. എല്ലാരും ഞാനൊഴികെ ബാക്കി എല്ലാവരും ചായ കുടിച്ചിരുന്നു. ഒരു ഇന്നെ ചായ കുടിച്ചാൽ വിളിച്ചപ്പോൾ ഞാൻ വിളിക്ക് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇന്നെ മാത്രം ഒരു വിളിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം ഇവിടെ എത്തിയപ്പോഴാണ് ഒരു പറഞ്ഞു ഞങ്ങൾ പെരിയുന്ന എല്ലാവരും ചായ. ഞാനാണെങ്കിൽ വിശന്ന് കുടലിരിക്കുകയാണ്. നേരത്തെ എത്തിയാലേ ഇവിടെ ടിക്കറ്റ് കിട്ടുള്ളൂ, ഭയങ്കര തിരക്കണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത്. നമ്മൾ നേരത്തെ അവിടെ എത്തി ചായ അങ്ങനെ കുടിക്കുകയും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ചായയും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. എന്നിട്ട് ചായയൊക്കെ കൂടി കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ബീച്ചിൽ ആരും ഇല്ല. 11 മണിയാകുമ്പോഴേ അവിടെ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബീച്ചിൽ ആരും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്കെന്നാൽ ബീച്ചിലേക്ക് പോവുക പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബീച്ചിൽ പോയി. കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. രാവിലെ ആരും ഇല്ലല്ലോ, നല്ല എന്താ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. തീരെ ധൈര്യമില്ല മൊബൈലോടാക്കിട്ട്. എന്റെ അടുത്ത് മൊബൈലും ഉണ്ട്, അതാണേ. അവിടെ പന ഊഞ്ഞാൽ കിടത്തിയിട്ട് കുട്ടികളൊക്കെ പാടെ ആട്ടിയതാണ്. ഒക്കെ പാടെ സ്കൂളിൽ ആട്ടിയിട്ട് ഇപ്പം നീറ്റ് വേഗം
ഇവിടെ ആ ചോപ്പല്ലേ അത് കണ്ട് കൂർന്നൊക്കെ
ഇത് ഫിഷ് ഫീഡിംഗ് ആണ്. ഫിഷിന് തീറ്റ കൊടുക്കാനും 30 രൂപയാണ് 2 പ്രാവശ്യം കൊടുക്കുക. അവർ ആദ്യം കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് നമ്മളെ കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് അവർ കൈയിടാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാനും 30 രൂപയാണ് ഒരാൾക്ക് 2 പ്രാവശ്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇത് ഒരുപാട് ടൈം 21 മിനിറ്റൊക്കെ ആയത് കാരണം നമുക്ക് അടുത്ത വീഡിയോ നാളെ ഉണ്ടാകും ഇതിൻ്റെ ബാക്കി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. കുറേ ലെങ്ത് ആയതുകൊണ്ടാണ് ഇത് 2 വീഡിയോ ആക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിന് ഫോറസ്റ്റുകാർ കൊണ്ടുപോയതെന്നല്ലേ കറക്റ്റ്. അതിനെ വിറ്റ് സ്ലൈഡ് ആമ